നമസ്കാരം. ബ്ലേഡ് പലിശക്കാരുടെ നിരന്തര ഭീഷണിയെ തുടർന്ന് എറണാകുളം പറവൂരിൽ ആശ ബെന്നി എന്ന വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിന്റെ മകൾ ദീപ അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആശ ബെന്നിയുടെ കുടുംബത്തിന്റെയും അയൽവാസികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ആശയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ ദീപയും ഉണ്ടായിരുന്നുവെന്നാണ് മൊഴി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ദീപയെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രദീപും ഭാര്യ ബിന്ദുവും നിലവിൽ ഒളിവിലാണ്. പ്രദീപിനും ഭാര്യ ബിന്ദുവിനുമൊപ്പം ദീപയും ആശയുടെ വീട്ടിലെത്തിയിരുന്നുവെന്നും ദീപയും ആശയെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. അതേസമയം ആശ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത കേസ് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 12-അംഗ സംഘം അന്വേഷിക്കും. പണം കടം നൽകിയവരിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് കോട്ടുവള്ളി സൗത്ത് റേഷൻ കടയ്ക്ക് സമീപം പുളിക്കത്തറ വീട്ടിൽ ആശ ബെന്നി ജീവനൊടുക്കിയത്. ഓഗസ്റ്റ് 19-നായിരുന്നു സംഭവം. അയൽവാസിയായ പ്രദീപിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരുകളാണ് ആശ ബെന്നിയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബാംഗങ്ങളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ്, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. നേരത്തെ കൈക്കൂലി കേസിൽ വകുപ്പ് തല നടപടിക്ക് വിധേയനായ ആളാണ് പ്രദീപ്. ഇയാളും ഭാര്യ ബിന്ദുവും സംഭവത്തെ തുടർന്ന് ഒളിവിലാണ്. ഇവർക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദീപിന്റെ മകൾ ദീപയെ കലൂരിലുള്ള അവരുടെ ഭർത്താവിന്റെ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ദീപയും ആശയെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. അതേസമയം മരിച്ച കോട്ടുവള്ളി പുളിക്കത്തറ ആശ ബെന്നി ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ച പണമിടപാട് സംബന്ധിച്ച തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ബാങ്ക് ഇടപാടുകൾ, മറ്റ് ഓൺലൈൻ പണമിടപാടുകൾ സംബന്ധിച്ച പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. അമിത പലിശയ്ക്ക് പണം നൽകിയതായി തെളിഞ്ഞാൽ ഓപ്പറേഷൻ കുബേര പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്യും. ആശയുടെ വീടിനോട് ചേർന്ന കടമുറികളുടെ അറ്റകുറ്റപ്പണി നടത്താൻ 2 ഘട്ടങ്ങളിലായി 10 ലക്ഷം രൂപ പ്രദീപിൽ നിന്ന് കൈപ്പറ്റിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 1 ലക്ഷത്തിന് മാസം 10,000 രൂപയായിരുന്നു പലിശ. മുതലും പലിശയുമടക്കം 30 ലക്ഷം തിരികെ കൊടുത്തിട്ടും ഭീഷണി തുടർന്നുവെന്ന് ആശയുടെ കുടുംബം ആരോപിച്ചു. തിങ്കളാഴ്ച ആശ കൈഞരമ്പ് മുറിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. തുടർന്ന് 4 ദിവസം ചികിത്സയിലായിരുന്നു. ഫോൺ മുഖേനയും വീട്ടിലെത്തിയും പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ഭീഷണിപ്പെടുത്തൽ തുടർന്നതോടെ ആശയുടെ കുടുംബം SP ഓഫീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചും പോലീസുകാർക്ക് മുന്നിൽ വെച്ചും പ്രദീപ് കുമാർ ആശയെ ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയും പ്രദീപ് കുമാറും ഭാര്യയും ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയിരുന്നു. ഇതിൻ്റെ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെയാണ് ഉച്ചയോടെ വീട്ടിൽ നിന്നിറങ്ങിയ ആശ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിൻ്റെ പരാതി.